ഹായ് ഡാ, അമ്മൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈന്തപ്പഴം അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണേ. അപ്പോൾ നമ്മളിതാ ഇതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്ന് രണ്ടായിട്ട് മുറിച്ച് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോയെ വാങ്ങിയുള്ളൂ കേട്ടോ ഈന്തപ്പഴം. 1 കിലോ ഈന്തപ്പഴം. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു, നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാമല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്കൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അതാ ഇത്ര നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടുകും കൂടെ ഇട്ട് 1 സ്പൂൺ കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് വഴറ്റണം. നമ്മളെല്ലാ അച്ചാറിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. പൊടിയായിട്ട് 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ ഉലുവപ്പൊടി. ഇതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇരിക്കുന്ന കൂടെ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടോ, ചക്ക വറുത്തതാണ് കേട്ടോ. വൈകുന്നേരം ഓഫീസ് വിട്ട് വന്നിട്ട് നേരെ അടുക്കള കയറിയതാണ്. അപ്പോൾ വിശന്നിട്ട് പാടില്ലാഞ്ഞിട്ട് ഇപ്പം അച്ഛനെ കടയിൽ വിട്ട് മേടിപ്പിച്ചതാണ്. ഇത് കഴിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8:30 8:45 ആയിട്ടുണ്ട്. 7:45 ആയപ്പോഴാണ് ഓഫീസ് വിട്ട് വീട്ടിൽ വന്നത്. അതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ. അപ്പോൾ നാളെ നമുക്ക് കൊടുക്കാനുള്ളതാണ് അച്ചാർ, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ അച്ചാറിലും ചെയ്യുന്ന പോലല്ല, ഇത് നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്ന പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ശേഷം ഇപ്പുറത്ത് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളില്ലേ, അത് നമ്മൾ ഇതിലേക്കിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഈന്തപ്പഴത്തിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മളത് ഈന്തപ്പഴത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. കാരണം ഈന്തപ്പഴം ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ പൊടികളിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ചിലപ്പോൾ മൂത്ത് കിട്ടത്തില്ല, ഇത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം ഞാനിങ്ങനെ വേറൊരു പാത്രത്തിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് ഒരു വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൂടാക്കിയ പൊടികളും കൂടെ ചേർക്കുക. പൊടികളും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം വിനാഗിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ഒരു ഇതാകത്തുള്ളൂ. ഇതിപ്പോൾ ചിലപ്പം കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴം ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കടിക്കുന്ന പരുവത്തിലേക്ക് കിട്ടും. ഇത് അത്യാവശ്യം നല്ല പഴുത്തിട്ടായിരുന്നു, അപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല അലുവയുടെ ടെക്സ്ചറിലായിട്ടുണ്ട് നമ്മുടെ അച്ചാർ. ഇത് ഒരു കസ്റ്റമർ അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തേക്കുന്നതാണ്. അപ്പം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നല്ല മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ എരിവും. നമ്മൾ വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് കുറച്ച് പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അവസാനം ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഈന്തപ്പഴച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞ ഉടനെ അടുത്ത പാത്രം വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ്, അതും നാളെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. വന്ന ഉടനെ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി. അത് ഒരു 4 കിലോ നാരങ്ങ ഉണ്ടായിരുന്നു. അതും 1 കിലോ നാളെ കൊടുക്കേണ്ടതാണ്. അയർലൻഡിലേക്ക് പോകാനുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്